വിദ്യാഭ്യാസത്തിലോ സാമ്പത്തികമായിട്ടുള്ള അനുഭവത്തിലോ കുറവോ കൂടുതലോ ഉണ്ടായാലും അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുവെങ്കിൽ വിവാഹം നടക്കപ്പെടും. ഈ വിവാഹം നടക്കപ്പെടുമ്പോൾ ഏറ്റവും അതിമഹത്വമായിട്ടുള്ള മറ്റൊരു വിവാഹത്തിന് വേണ്ടി ദൈവം തൻ്റെ കാന്തയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഇത് നിഴലായ ഒരു വിവാഹമാണ്. എന്നാൽ ഏറ്റവും അതിമഹത്വമായിട്ടുള്ള മറ്റൊരു വിവാഹം നടക്കപ്പെടാൻ പോകുന്നു. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ ബൈബിളിൽ പ്രധാനമായിട്ട് 4 വേദഭാഗങ്ങൾ വായിച്ചു. ഒന്ന്, ആദിമ ഏതിൽ നടന്ന വിവാഹത്തെക്കുറിച്ച്. സകലത്തെയും ദൈവം വാക്കുകൊണ്ട് സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് കാണാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം ഉണ്ടാക്കിയ മനുഷ്യൻ്റെ മുമ്പിൽ കൂടെ സൃഷ്ടികളായിട്ടുള്ള സകല ജീവികളെയും എല്ലാ മൃഗങ്ങളെയും ഇഴജാതികളെയും ഭക്ഷ്യജാതികളെയും ഒക്കെ മനുഷ്യൻ്റെ മുമ്പിൽ കൂടെ കടത്തിവിട്ടു. ഓരോന്നിനും അതതിൻ്റെ പേര് നൽകി മാറ്റിയല്ലാതെ ബൈബിൾ വ്യക്തമായി പറയുന്നു, അവയിൽ ഒന്നും മനുഷ്യന് തക്കതായ തുണ കണ്ടെത്തിയില്ല എന്ന് കാണുന്നു. അതുകൊണ്ടാണ് ദൈവദിനം വ്യക്തമായിട്ട് പറയുന്നത് മനുഷ്യന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ദൈവം തുണ ഉണ്ടാക്കുന്നത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതായ മനുഷ്യന് അതേ സ്വരൂപവും അതേ സാദൃശ്യമുള്ള ഒരു മണവാട്ടിയുമാണ്. അതുകൊണ്ട് ദൈവം ചെയ്തത് പ്രകാരം മനുഷ്യന് ഗാഠനിലത്ത് വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അതിന് പകരം മാംസം പിടിപ്പിച്ചു. ഒരു അസ്ഥി എടുത്തിട്ട് അതിന് പകരം മാംസം പിടിപ്പിച്ചു. ആ വാരിയെടിനെ ഒരു സ്ത്രീയാക്കി മനുഷ്യൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കാണാൻ കഴിയുന്നു. യഹോവ ദൈവത്തോടു കൂടെ നടന്നു വരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ആദാം ഇപ്രകാരം പറയുന്നു, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിന് മാംസമാകുന്നു. ഇവിടെ നരനെത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് വചനം വായിക്കുന്നു. മനുഷ്യന് ദൈവം സൃഷ്ടിച്ച് ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു മണവാട്ടി എന്ന് പറയുന്നത് അസ്ഥിയും അസ്ഥിയും മാംസത്തിന് മാംസമായിരിക്കുന്ന ഇവൾ. അതാണ് തക്ക തുണ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. ഇപ്പോൾ ഇവിടെ വിവാഹിതരായി ചെയ്യേണ്ടതായ വധുവരന്മാർ രണ്ടുപേരും ഒരേ പ്രമാണത്തിൽ, ഒരേ നടത്തിപ്പിൽ, ഒരേ ആലോചനയിൽ, ഒരേ നിയമത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വിവാഹമാണ്. ഈ വിവാഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും, ഇത് അസ്ഥിയും അസ്ഥിയും മാംസത്തിന് മാംസമായിരിക്കുന്ന ഒരു ബന്ധം. ഉപദേശ ഐക്യത, ജീവിതത്തിൻ്റെതായിരിക്കുന്ന മാധുര്യത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന ആത്മീയ വെളിപ്പാട് ഉള്ള ഒരു അനുഭവം, ആത്മീയ വെളിപ്പാട് പ്രകാരമുള്ള ഒരു വിവാഹ ബന്ധമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനം വ്യക്തമായിട്ട് കോരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നു, നിങ്ങൾ അവിശ്വാസികളോട് ഇണയിലപ്പിട കൂടരുത്, നീതിക്കും അധർമ്മം തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ. വായിച്ചേ, നിങ്ങൾ അവിശ്വാസികളോട് ബന്ധമെടുക്കാൻ പാടില്ല. പിന്നെ
നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിലെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് വിവാഹബന്ധം എടുക്കുമ്പോൾ പ്രമാണത്തോട് യോജിക്കുന്നതും കൂട്ടായ്മയുടെ ഐക്യതയുള്ളതും നിയമത്തിലും നിലനിൽക്കുന്നതായ മാതൃകയുള്ള കുഞ്ഞുങ്ങളുമായിട്ടുള്ള വിവാഹം, സഭയുമായിട്ടുള്ള വിവാഹബന്ധം. അല്ലാതെ ഒരു വിവാഹബന്ധം എടുത്താൽ പഴയ നിയമത്തിൽ കാണുന്ന പോലെ കാളയും കൈലയും കൂടെ കൂട്ടിയിരുന്ന് പോലിരിക്കും. ഒരു കാളയും ഒരു പോത്തിനെയും കൂടെ കൂട്ടിയിരി അടങ്ങിയിരിക്കും. വെള്ളം കാണുമ്പോൾ പോത്ത് വെള്ളത്തിൽ കിടക്കും, കാള അവിടെ നിൽക്കും. എങ്ങനെ ഒരു നടക്കാൻ കഴിയും? അതുകൊണ്ടാണ് പ്രമാണവുമായിട്ടുള്ള ബന്ധം, ഉപദേശവുമായിട്ടുള്ള ബന്ധം, നിയമത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളുമായിട്ടുള്ള ബന്ധം, കൂട്ടായ്മയുടെ മാധുര്യത്തെ മനസ്സിലാക്കി ജീവിക്കുന്നവരുമായിട്ടുള്ള ബന്ധം. വിവാഹം എങ്ങനെയെങ്കിലും ആകട്ടെ എന്നുള്ളതല്ല. വാസ്തവമായിട്ട് ഒരു വിവാഹ ബന്ധം എടുക്കുമ്പോൾ ആ ദൈവപ്രമാണത്തോട് യോജിക്കുന്നതുമായിട്ട് മാത്രമേ ആകാവൂ എന്ന് വചനം വ്യക്തമായി പറയുന്നു. അതാണ് തർക്കതുണ. പ്രമാണത്തിൽ നിലനിൽക്കുന്ന ദൈവമക്കളുമായി നടക്കുന്ന വിവാഹബന്ധം അത് തർക്കതുണയാണ്. നിഴലായി നടക്കുന്ന വിവാഹം, അങ്ങനെ മാനസാന്തരപ്പെട്ടവരും ജലസ്നാനം സ്വീകരിച്ചവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചതായ ദൈവമക്കൾ വേർപാട് പാലിക്കുന്ന ദൈവമക്കളുമായി നിയമപ്രമാണത്തിൽ നിലനിൽക്കുന്നവരുമായിട്ടുള്ള വിവാഹബന്ധമാണ് മനുഷ്യൻ ദൈവമക്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ അവസാന ഭാഗം നമ്മൾ വായിച്ചു നിർത്തിയത് വെളിപ്പാട് 19 7, 8, 9 വചനമാണ്. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു, കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാന്തയ്ക്ക് വേണ്ടി വേഗം വരുന്നു, മണവാട്ടിക്ക് വേണ്ടി വേഗം വരുന്നു. അതാരാണ് ക്രിസ്തുവിൻ്റെ മണവാട്ടി? അക്ഷയമായി വിവാഹം നടക്കുമ്പോൾ അല്പം ആത്മീയ കുറവുണ്ടെങ്കിലും, അല്പം കുറവ് വ്യത്യാസങ്ങൾ കൂടുതലുണ്ടെങ്കിലും അവർ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് വിവാഹം നടക്കപ്പെടും. എന്നാൽ യേശു ക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ അവൻ പാപമില്ലാത്തവൻ, പരിശുദ്ധൻ, നീതിമാൻ. എബ്രായലേഖനം 7:26 വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു: ഇങ്ങനെയുള്ള മഹാപുരോഹിതത്തിൽ നമുക്ക് വേണ്ടത് പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപിയോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാന്ത എന്നത് ആരാണ്? ക്രിസ്തുവിൻ്റെ കാന്ത പവിത്രനായിരിക്കണം, നിർമ്മലനായിരിക്കണം, നിഷ്കളങ്കനായിരിക്കണം, പാപം ചെയ്യാത്തവരായിരിക്കണം. പെന്തക്കോസ്ത് സഭ ആയതുകൊണ്ട് കാന്തയായി തീരാൻ കഴിയുമോ? ഒരിക്കലുമില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചതായ ദൈവമക്കൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് പരിശുദ്ധമായി ജീവിക്കുന്ന, വേർപാട് പാലിക്കുന്ന ദൈവമക്കളാണ് ക്രിസ്തുവിൻ്റെ കാന്ത. അതിനാണ് പാപം വിട്ട് ഒഴിയണം എന്ന് വചനം വായിക്കുന്നു. പാപത്തെ വിട്ടൊഴിയണം, ലോകമോഹങ്ങളെ വിട്ട് ഒഴിയണം, ലോകത്തിൻ്റെ ഇമ്പങ്ങളെ വിട്ട് ഒഴിയണം. അങ്ങനെയുള്ള ഒരു ജീവിതം ചെയ്യുന്ന വ്യക്തികളാണ് ക്രിസ്തുവിൻ്റെ കാന്ത.
ഞാൻ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ചിലയിടത്തൊക്കെ ഇത് ഓർപ്പിക്കാറുണ്ട്. ലേവ്യ പുസ്തകം 1:13 വാക്യം വായിക്കുമ്പോൾ കാണുന്നു, ഒരു മഹാപുരോഹിതൻ വിവാഹം കഴിക്കുമ്പോൾ 4 വിധത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് വചനം വായിക്കുന്നു. കന്യകയായ സ്ത്രീയെ മാത്രമേ അവൻ വിവാഹം കഴിക്കാവൂ. കന്യകയായ സ്ത്രീയെ മാത്രമേ ആ മഹാപുരോഹിതൻ വിവാഹം കഴിക്കാവൂ. വിധവ, ഉപേക്ഷിക്കപ്പെട്ടവൾ, ദുർനടപ്പുകാരത്തി, വേശ്യ, ഇങ്ങനെയുള്ളവരെ അവൻ വിവാഹം കഴിക്കരുത്. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. സ്വജനത്തിലുള്ള കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ. ആരാണ് ഈ മഹാപുരോഹിതൻ? അതാണ് ഇബ്രാഹിം 7:26 വായിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനത്രയും നമുക്ക് വേണ്ടിയത്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാന്തയാണ്. സിനിമയും കണ്ട്, നാടകം കണ്ട്, കൂട്ടുകാഴ്ചയും കണ്ട് വേറെ കുത്തി ജീവിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിന്റെ കാന്തയും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, ജലസ്നാനം സ്വീകരിച്ചവരായിരിക്കാം, അന്യഭാഷ സംസാരിക്കുന്നവരായിരിക്കാം, പെന്തക്കോസ്തിന്റെ പാരമ്പര്യം, ഞാൻ പെന്തക്കോസ്താടെ പറയാം, പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്നുള്ള പേര് വിളിച്ചേക്കാം. അതുകൊണ്ടൊന്നും അർത്ഥമില്ല. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ കുഞ്ഞാടിന്റെ ജീവോത്സവത്തിന്റെ പേര് വേണം. പുസ്തകങ്ങൾ തുറന്ന്, ജീവിത പുസ്തകം മറ്റു പുസ്തകം തുറന്ന് പുസ്തകങ്ങളിൽ എഴുതിയിരിക്കത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടായി. അവിടെ ഏർപ്പാട് പുസ്തകത്തിന്റെ 12 വാക്യം. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മനുഷ്യർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ, കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവർ അല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കയില്ല. സ്വർഗത്തിൽ കടക്കയില്ല. അനീന മുഖസ് അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. എന്താണ്? സ്വർഗത്തിൽ കടക്കണമെങ്കിൽ എന്തായിരിക്കണം? കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേര് വേണം. പുസ്തകങ്ങൾ തുറന്ന്, സ്വർഗത്തിലെ പുസ്തകം ഒരു പുസ്തകമല്ല, ഒന്ന് രക്ഷിക്കപ്പെടുമ്പോൾ ജീവപുസ്തകത്തിന്റെ പേരെഴുതും. എന്നാൽ ദൈവമക്കളെ, ഓർമ്മയുടെ പുസ്തകമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഓരോ പരിപാടികളും അഡ്രസ്സും പേരും ഡേറ്റ് വിട്ടിട്ട് ദൈവം നമ്മളായി എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതാണ് ഓർമ്മയുടെ പുസ്തകം, അല്ലെങ്കിൽ സ്മരണയുടെ പുസ്തകം. ഒരു ന്യായവിധി ദിവസത്തിൽ ആ പുസ്തകങ്ങളൊക്കെ തുറക്കും. ആർക്കും ഒന്നും മാറ്റാനോ മറയ്ക്കാനോ കഴിയില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറയാൻ കഴിയില്ല. കല്യാണ വസ്ത്രത്തിൽ ആലോചനകത്തിരുന്നു. അവനിവിടെ ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഞാൻ മാർക്കറ്റിൽ പോയതാണ്, അപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാൻ ഒക്കുമോ എന്നൊക്കെയുള്ള ന്യായമായിരിക്കാം. അതിനേക്കാൾ നല്ല വീട്ടിൽ മനോഹരമായ വസ്ത്രമാണ് ഞാൻ ധരിച്ചിരിക്കുന്നതൊക്കെ ന്യായത്തോടാണ് അവനകത്ത് കയറിയത്. നീ കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെ അകത്ത് വന്നു മക്കളെ? എങ്ങനെ വന്നു? അത് സ്നേഹത്തോടെ വന്നു. അവന്റെ വാക്ക് മുട്ടിപ്പോയി. സംഭവിച്ചത് അടുത്ത ഓർഡർ, നിന്റെ കൈയും കാലും ബന്ധിച്ച് ഏറ്റവും കെട്ടി ദൈവമക്കളെ, ഒരിക്കലും ന്യായീകരണങ്ങളും നീതീകരണങ്ങളും അവിടെയില്ല. ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതൊക്കെ കറപുരണ്ട തുണി പോലെയുള്ളൂ. എബ്രാഹിം 7-ാമത്തെ വായിക്കുന്ന പോലെ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും വേണ്ട, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു, ഒരുപാട് ക്രിയകൾ ചെയ്തു, പാവപ്പെട്ടവരെ സഹായിച്ചു, ഒത്തിരി കാര്യങ്ങൾ നാം വിളിച്ചു പറയും. ഒരിതായി കർത്താവ് പറയുന്നത്,
ഞാൻ നിന്നെ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവിടെ നിന്നും നീതി അവിടെ നിന്നും അഡ്രസ്സില്ല. നിങ്ങളുടെ 4 പേരെ വിവാഹം കഴിച്ചയച്ചേക്കാം, വസ്തുയില്ലാത്തവർക്ക് വസ്തു നിങ്ങൾ കൊടുത്തേക്കാം, ഭാവത്തവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്തേക്കാം, ഒരുപാട് പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തേക്കാം. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അവിടെ നിന്ന് ആ രേഖയിലില്ല. കാരണം എന്താണ്? നിന്റെ ജീവിതത്തിലുള്ള അകൃത്യം, നിന്റെ ജീവിതത്തിലുള്ള പാപം, നിന്റെ ജീവിതത്തിലുള്ളായിരിക്കുന്നതായ ദുഷ്ട സ്വഭാവങ്ങൾ. ആരാധന കഴിഞ്ഞിട്ട് എന്താണ്, ഞാനൊരിക്കൽ കാറിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബൈബിൾ കയ്യിൽ ഉണ്ട്. ഇടത്ത കയ്യിൽ നല്ലൊരു ബൈബിളുണ്ട്, വലത്തെ കയ്യിൽ ഒരു സിഗരറ്റ് വലിച്ച് ഇങ്ങനെ റോഡിൽ പോവുക. ഞാൻ ചിന്തിച്ച് ദൈവമേ, ഒരു ഞായറാഴ്ച രാവിലെയാണ്, ഞാനൊരു സഭയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് അല്പം എന്താണ് ഒന്ന് സ്ലോ ചെയ്ത് പോകാൻ പറഞ്ഞു. എന്താണ് പുള്ളി ആ പള്ളിയോട്ട് കയറാൻ പോവുക. അപ്പോൾ ഞാൻ എന്താണ് പുള്ളി ചെയ്യാൻ പോകുന്നത് ഞാൻ ചിന്തിക്കാൻ കാണാൻ വേണ്ടിയായിരുന്നു. ആ പള്ളിയുടെ വാതിക്ക് വന്നപ്പോൾ കത്തിച്ച് ബാലൻസുള്ള സിഗരറ്റ് വലിച്ച് കഴിഞ്ഞിട്ട് ഒരു കുരിശും വലിച്ച് പുള്ളിക്ക് പോവുക, കുർബാനയ്ക്കാൻ പോവുക. ഞാൻ കുറ്റം പറയാൻ, ഞാൻ ബൈബിൾ കയ്യിലിരിക്കുന്നത് പോലും പുള്ളി മനസ്സിലാക്കുന്നു. എന്താണ് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നതല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യട്ടെ സ്വർഗത്തിൽ കിടക്കുന്നു. എന്താണ് ഇഷ്ടം? ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്താണ് ശുദ്ധീകരിക്കേണ്ടത്? ഇനി പാപം വേണ്ട, ഇനി ലോകത്തിലെ മോഹങ്ങൾ വേണ്ട, ഇനി എനിക്ക് ആഡംബരങ്ങൾ വേണ്ട, എനിക്ക് ലോക ഉല്ലാസങ്ങൾ വേണ്ട. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്താണ് പിന്നെ കല്യാണ ദിവസമാണ് എന്താണ് പലരുടെയും വസ്ത്രധാരണ അറിയും മനസ്സിലാക്കുന്നത്. മോടിയുള്ള വസ്ത്രം ധരിച്ചു പെന്തക്കോസ്തുകാർ ഇത് കല്യാണം കഴിച്ച് ഇനിയിപ്പം ഇന്ത്യയുടെ കുഞ്ഞുങ്ങളുടെ നല്ല മനോഹരമായ വെള്ള വസ്ത്രമാണ്. ഇതിനെ ജയിക്കാൻ വസ്ത്രം ഭൂലോകത്തിലെങ്ങുമില്ല. നിങ്ങൾ കാന്തിയുടെ പട്ടുസാരി ധരിച്ച് ഒരു 500 പേരും ഒരു വെള്ള വസ്ത്രം ധരിച്ച 100 പേരും മാറിയിരിക്കട്ടെ, ആരെയായിരിക്കും നോക്കുന്നത്? വെള്ള വസ്ത്രം ധരിച്ചവരെയായിരിക്കും നോക്കുന്നത്. വെള്ളത്തിന് മഹത്വമുണ്ട്. പക്ഷേ ഇപ്പോൾ വെള്ളത്തുണിയോടൊന്നും പ്രാധാന്യമില്ല, വെള്ളത്തുണിയോടൊന്നും അത്ര ആഗ്രഹമൊന്നുമില്ല. ബൈബിൾ വായിക്കുന്നത് വെള്ളത്തുണി നെയ്യുന്നവരിന്ന് ദുഃഖിക്കാൻ പോവുകയാണ്. കാരണം വെള്ളത്തുണി വാങ്ങാൻ ആളില്ലാതെ വരാൻ പോവുക, വെള്ളത്തുണി വാങ്ങാൻ ആളില്ലാതെ വരാൻ പോവുക. വെള്ളത്തുണി നെയ്യുന്നവർ ദുഃഖിക്കും. കാരണം വെള്ളത്തുണിയോടൊന്നും ആർക്കും ഇഷ്ടമില്ല. ലക്ഷിച്ചു പോകും. കാരണം വെള്ളത്തുണി നെയ്യാതെ മേടിക്കാൻ ആളില്ല. കാരണം വെള്ളയോട് അത്ര താല്പര്യമില്ല. കീപ്പിയക്കാർക്ക് അത് ഏതാണ്ട് പറയുന്ന കീപ്പിയക്കാർക്ക് പോലും വെള്ളത്തുണിയോട് താല്പര്യമില്ല. അതായത് ഈ കല്യാണം വരുമ്പോൾ മോടിയുടെ വസ്ത്രമൊക്കെ ധരിച്ച് എന്താണ് എല്ലാവരെയും കാണിച്ചിട്ട് നടക്കുക. ഇങ്ങനെ എന്താ ആദ്യം കാണിക്കാനാണ്. പലരും പറയുന്നത് എന്താ അറിയാമോ? മോടിയുടെ വസ്ത്രം നിങ്ങൾ ധരിക്കരുത്, ആഡംബരപ്രിയരായിട്ട് മാറരുത്. ആഡംബരം ബാധ്യഘോഷവും നിന്നെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും. അതിനെ കീഴെ പുഴുക്കിട വിരിച്ചിരിക്കുന്നു, കിണകൾ നിനക്ക് പുറപ്പായിരിക്കും. നിന്റെ ആഡംബരം വായിച്ചേ, നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ എന്റെ സ്പോഞ്ച് മെത്തയും പിന്നെന്താണ് സ്പ്രിങ് മെത്തയും ഒക്കെ കിടന്നിട്ട് നല്ല ചേച്ചിട്ട് സുഖമായി കിടക്കുകയാണ്. പക്ഷേ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ സംഭവിക്കുന്നത് പുഴുക്കളായിരിക്കും, നിനക്ക് കൃമികളായിരിക്കും പുറപ്പ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്? സാത്താനെ പെട്ടി അവിടെ പോകണം. എല്ലാ വീട്ടിലുണ്ടല്ലോ സാത്താനെ പെട്ടി. ദൈവകമരായി നമ്മൾ കയറ്റാതെ നമ്മൾ എന്താണ് വാതിൽ അടച്ചിരിക്കുന്നവരാണ് സാത്താൻ്റെ പെട്ടി. ടെലിവിഷൻ ഇപ്പോൾ അതൊന്നും വേണ്ട, നല്ലൊരു മൊബൈൽ ഫോൺ മതി. നെറ്റ് കണക്ഷൻ എടുത്ത് എന്താണ് എവിടെ വേണമെങ്കിലും എന്നോട് വേണമെങ്കിലും കയറ്റാറാം.
അങ്ങോട്ട് കയറി, ഇങ്ങോട്ട് കയറി, അവിടെ കയറി, ഇവിടെ കയറി, വേണ്ടാത്ത സാധനങ്ങളൊക്കെ കണ്ട് മനസ്സ് തഴമ്പിച്ച് മനസ്സാക്ഷി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ, നീ എത്ര മറുഭാഷ പറഞ്ഞാലും, എത്ര നീ ആരാധിച്ചു പോയാലും, എത്ര ബൈബിൾ തുറന്നാലും ഞാൻ നിന്നെ ഒരു നാടും അറിയുന്നില്ല എന്ന് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നത് എന്നെ കുറിച്ച് പോകുകയും അങ്ങനെ വാക്ക് കേൾക്കാൻ ഇടയാകരുത്. നമ്മുടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ വിളിക്കപ്പെട്ടവർ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. ആരാണ് ക്രിസ്തുവിന്റെ കാന്ത? നിർമ്മലമായി ജീവിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് സ്വസ്ഥ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന ജീവിതം, നിർമ്മലമായി ജീവിക്കുന്ന ഒരു ജീവിതം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു മാതൃകപരമായിട്ടുള്ള ജീവിക്കുന്ന ജീവിതം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് ക്രൈസ്തവ പാരമ്പര്യമുണ്ട്, എന്താണ്, നമുക്ക് ക്രിസ്ത്യാനിയാനുള്ള ഒരു പാരമ്പര്യമുണ്ട്. പക്ഷെ പാരമ്പര്യമൊന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയില്ല കേട്ടോ. ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറയും. ഒരിക്കൽ ഞാൻ ഒരാളുടെ സുവിശേഷം അറിയിച്ചപ്പോൾ എന്നോട് പറയാം, എൻ്റെ റോഡ് സൈഡിലുള്ള ഒരു പ്രധാന സ്ഥലത്ത് ഞാൻ 2 സൈഡ് വസ്തു ഞാൻ പള്ളിക്ക് കൊടുത്തു. അവിടെ ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ ഞാനൊരു കുരിശുമോട് ഉണ്ടാക്കി കൊടുത്തു. അവിടെ രൂപത്തെ വെച്ചിട്ടുണ്ട്. ഒരേ ആയിരങ്ങൾ വന്നിട്ട് അവിടെ വന്ന് തൊഴുത് സാഹിത്യം പ്രാപിച്ച് സന്തോഷമായിട്ട് പോകുന്നു. ആ എന്നെ ദൈവം തന്നെ മറക്കുമോ? ഞാൻ നിന്റെ വസ്തു മൊത്തം വിറ്റ് അന്നദാനം ചെയ്താലും, നിന്റെ ശരീരം ചുടുവാരിപ്പിച്ചാലും, നിന്റെ ദൈവപ്രമാണത്തിൽ നിലനിൽക്കാത്ത കാലത്തോളം ഞാൻ നിന്നെ ഒരു നാടും അറിയുന്നില്ല എന്ന് പറയും. ശരിയായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പോകാവുന്ന, ഒന്നും കൊടുക്കണ്ട. ധനവാന്റെ ലാസറിന്റെ കഥ അതാണ്. ധനവാന് അഡ്രസ് ഉള്ളവനാണ്, ലാസറിന് ഒരു അഡ്രസ്സുമില്ല. പാവപ്പെട്ടവൻ ധനവാന്റെ മേശയിൽ വീഴുന്ന അപ്പം നുറുക്കുകൊണ്ട് അവൻ ജീവിച്ചു. പക്ഷേ ആ സാധുവായ മനുഷ്യൻ മരിച്ചപ്പോൾ അബ്രഹാം മടിയിലേക്ക് കൊണ്ടുപോയി. അവന് പഞ്ചായത്തിന് പേരില്ല, മുനിസിപ്പാലിറ്റിയുടെ പേരില്ല, കോർപ്പറേഷന് പേരില്ല, എങ്ങും അവന് പേരില്ല, അഡ്രസ്സുമില്ല, ഒന്നുമില്ല, ഒരു നല്ല വസ്ത്രമില്ല, അത് കിഴക്കില്ല. സാധുവായ മനുഷ്യൻ. നമുക്ക് വലിയ കൊട്ടാരങ്ങളുണ്ട്, വലിയ വലിയ പദവികളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. എന്തിനേയും തന്നിരിക്കുന്നു? വിശുദ്ധിയോട് ജീവിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. അവൻ്റെ പാപം എന്തായിരുന്നു? തൂമ്പൽ വസ്ത്രം മട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ ജീവിച്ചു. വേറെ മദ്യപിച്ചതായിട്ടോ ദുർമാർഗിയായി ജീവിച്ചതായിട്ടോ ഒന്നും ബൈബിൾ പറയുന്നില്ല. അവൻ്റെ ആഡംബരവും അവൻ്റെ ധരിക്കുന്ന സുഖജീവിതങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ കണ്ടു. ഒരു ആഡംബരമില്ല, ഒരു നല്ല വസ്ത്രം പോലും ഇല്ലാതെ ആ പാവപ്പെട്ടവൻ അവിടെ കിടന്നു. അവൻ മരിച്ചപ്പോൾ അടക്കാനായില്ല, പഞ്ചായത്തിൽ നിന്ന് കുറിച്ചിട്ടായിരിക്കാം, പട്ടിയെ മുഴുവനോളം മൂടിക്കാണും. പക്ഷെ ആത്മാവ് സ്വർഗത്തിൽ പോയി കേട്ടോ. എവിടെ മരിച്ചു, എങ്ങനെ മരിച്ചു എന്നല്ല കട്ടാൻ നോക്കുന്നത്, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാ കട്ടാൻ നോക്കുന്നത്. എങ്ങനെ ജീവിച്ചു മരിച്ചു അതാണ് കട്ടാൻ നോക്കുന്നത്. നമുക്ക് വേറൊന്നും വേണ്ട, യേശുവിൻ്റെ വരയിൽ പോകണം. അതാണ് ക്രിസ്തുവിൻ്റെ കാന്തയും പറയുന്ന അതാണ്. അതിന് പറയുന്നത് തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കുന്നു. അവൾക്ക് സ്വത്വവും സുഖവുമായി വിശേഷവാർത്ത ധരിപ്പാൻ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒരു വിശേഷിക്കപ്പെട്ട ഒരു നല്ല വസ്ത്രം ദൈവം നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം കല്യാണം സംഘവേറ്റുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മക്കളെ, നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തെ കൂടുതൽ വസ്ത്രം, കൂടി വസ്ത്രം വേറെ ഉണ്ടോ? ഇല്ല, ഇത് ഞങ്ങൾ ഭക്ഷണശാലയിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം അവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ വസ്ത്രം മാറും. അതുവരെ മാറത്തില്ല. കാരണം ഇതിനെ ജയിക്കാൻ ഒരു വസ്ത്രം വേറെ ഇല്ല. നിങ്ങളെങ്ങനെയാണോ തീരുമാനിച്ച്? നന്നായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അല്ലാതെ വസ്ത്രമൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നമ്മൾ പിന്നീട് മാറാം, ആവശ്യമൊക്കെ മാറാം. അതുകൊണ്ട് ഒറ്റ മാറാൻ സ്വാതന്ത്ര്യം. അപ്പോൾ വേറെ വസ്ത്രം കൊണ്ടുപോകാനായിട്ടൊക്കെ ഇതിനെ അത് തയ്യാറാക്കി വന്നിരിക്കുകയാണ്. ചിലർ ഒരുക്കാനായിട്ട് ഇതിനെ കാത്തിരിക്കുകയാണ്. മനസ്സിലാക്കുന്നത് ആയിരിക്കട്ടെ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഏതായാലും ശരി, ഈ മോൻ്റെ കാര്യം പറഞ്ഞാൽ ഈ വിശ്വാസയുടെ പണിത്, ഈ ആരാധനയോട് പണിത്, ഇതിൻ്റെ ഓരോ കല്ലും പറയും ഈ മോൻ്റെ കഷ്ടപ്പാട്. അധ്വാനിക്കുന്ന
നല്ല പൈതൽ. എല്ലാവരും കഷ്ടപ്പെടുവാനുണ്ട്. ഇവിടെ കഷ്ടപ്പെട്ട കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നല്ല നിലയിലെത്തി. കുഞ്ഞുങ്ങളെല്ലാവരും നല്ല ജോലിയിലെത്തി. ഒരു നല്ല മാതൃകയുള്ള ഒരു കൊച്ചുമോനാണ് ഇത്. ദൈവസാധനം അവൾ തന്നെ. അതുകൊണ്ട് തന്നെ അല്പം ക്ഷീണമാണെങ്കിലും ഞാൻ ഇവിടെ ഈ കല്യാണത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു വന്നതാണ്. ദൈവസാധനം. പ്രിയ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെ ദൈവം മാനിക്കും. അധ്വാനിക്കുന്ന രാത്രി ഭാഗമില്ല ഈ പണികൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയുള്ളവരെ ദൈവം കൈവിടത്തില്ല. അങ്ങനെയുള്ളവരെ ദൈവം ഉപേക്ഷിക്കത്തില്ല. ദൈവം തള്ളിക്കളയത്തില്ല. ദൈവം മാനിക്കും. വിശുദ്ധന്മാരെ പറയുന്ന വാക്കുകൾ കേട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം മനോഹരമാണ്. അവർ പറയുന്ന വാക്കുകൾ അതുപോലെ അനുസരിച്ചാൽ അത് അനുഗ്രഹം തന്നെയാണ്. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കാം, യേശുവിൻ്റെ വരവിൽ ആരാണ് എടുക്കപ്പെടുന്നത്? ക്രിസ്തുവിൻ്റെ കാന്ത മണവാട്ടിയാണ്. ഊനമില്ലാത്തൊരു മണവാട്ടി, പാപമില്ലാത്തൊരു മണവാട്ടി. കുറവുകൾ കുറ്റങ്ങളുടെ ജീവിതത്തിൽ സംഭവം ഉണ്ടാകാം. ഈ കൃപയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ കരുണയുടെ വർഷമാണ്, കരുണയുടെ കാലഘട്ടമാണ്. ഈ കരുണാസമ്പന്നനായ കർത്താവിനെ കണ്ടിട്ട് കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കണം. പക്ഷെ എന്താണ്? തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധീകരണം പ്രാപിക്കണം. അങ്ങനെ നല്ലൊരു മനസ്സാക്ഷി നമുക്ക് ദൈവം സമ്പാദിക്കണം. അങ്ങനെ നല്ലൊരു മനസ്സാക്ഷി സമ്പാദിച്ചാൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടാൻ. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്കൊന്നും വേണ്ട. ലോകത്തിൽ എത്ര സമ്പാദിച്ചാലും എന്തെല്ലാം നേട്ടങ്ങളുണ്ടാക്കിയാലും അതൊക്കെ മായ. എന്തെല്ലാം ചെയ്താലും അതൊക്കെ മായയാണ്, നശിച്ചു പോകുന്നതാണ്. നശിക്കാത്തൊരു നിത്യഭവനം ദൈവം നമുക്കായിട്ട് ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനാൽ ആരാണ് ക്രിസ്തുവിൻ്റെ തക്ക തുണ? പ്രമാണത്തിൽ നിലനിൽക്കുന്നവർ. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും ഈ പ്രമാണം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, രക്ഷാനുഭവം പ്രാപിച്ച് ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോട് ജീവിക്കാൻ പൂർണ്ണമായും സമർപ്പിക്കാം. അതിന് വേർപാട് ജീവിതം നമുക്ക് വേണം. ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്ന സ്നാനമല്ല ഇത്. മാനസാന്തരപ്പെട്ട ശേഷമുള്ള സ്നാനമാണ് സ്വർഗം അംഗീകരിക്കുന്നതിന് മാതൃക കാണിച്ചത് യേശു. 30-ാമത്തെ വയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേറ്റു. യേശു പറഞ്ഞു, യോഹന്നാനെ ഇപ്പോൾ സമ്മതിച്ചാൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. യേശു മാതൃക കാണിച്ചതാണ്. എന്നെ പാപം കുറിച്ചിടാൻ വേണ്ടിയല്ല, മാതൃക കാണിച്ചു. ആ യേശുവിൻ്റെ മാതൃക പിന്തുണയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്നെങ്കിൽ വേഗത്തിൽ അപ്പോസ്തലീയ പ്രമാണത്തിൽ നിലനിന്നുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കൈക്കീഴിൽ സ്നാനമേറ്റോണം. എവിടെയെങ്കിലും പോയി ആരെങ്കിലും വിളിച്ച് മുക്കിയുടെ അർത്ഥമില്ല. ഈ അർത്ഥത്തിലൊരു മറ്റ് സഭയിൽപ്പെട്ട ഒരു കുടുംബം നമ്മൾ ഐക്യപ്പെട്ടു. ഇവിടുത്തെ പ്രമാണങ്ങൾ ഉപദേശങ്ങൾ കേട്ടപ്പോൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന സ്നാനം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? പുള്ളി അഭിഷേകനല്ലേ, അന്യഭാഷ സംസാരിക്കുന്ന ആളല്ലേ, പുള്ളി ആ ഒരു വേർപാട് ബാധിക്കുന്ന വ്യക്തിയല്ലേ എന്ന് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരിയാണ് അപ്പച്ച, തൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ ശുശ്രൂഷകൻ്റെ വീട്ടിൽ ഇല്ലാത്ത പരിപാടിയില്ല. ഞങ്ങളെയോട് വിളിച്ചുകൊണ്ട് പോകും ഓരോ പരിപാടി കാണാൻ. നാടകം കാണും, സിനിമയും കാണും, കുത്തിക്കാഴ്ച കാണും, ക്രിക്കറ്റ് കളിയിൽ കാണും, മറ്റേ കളിയിൽ കാണും. ഞാൻ പറയും, വേഗത്തിൽ സ്നാനപ്പെട്ടോണം. കാരണം ആ പുള്ളിയുടെ സ്നാനം സ്വർഗം അംഗീകരിക്കത്തില്ല. കാരണം പുള്ളിക്ക് വേർപാടില്ല, പുള്ളിക്ക് പരിശുദ്ധമില്ല, പുള്ളിക്ക് പ്രമാണമില്ല. അങ്ങനെ ഒരു വ്യക്തി അന്യഭാഷ പറഞ്ഞു വിചാരിച്ചിട്ട് ആ സ്നാനം അംഗീകരിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും സ്നാനപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ സ്നാനപ്പെട്ടോണം. കാരണം സ്വർഗത്തിൽ പോകാൻ വേണ്ടി നമുക്ക് ഭൂമിയൊന്നും വേണ്ട. അതാണ് കറക്റ്റായിട്ടുള്ള ദൈവപ്രമാണം. ആ ദൈവപ്രമാണത്തിൽ നിലനിൽക്കുന്നവരുമായിട്ട് നമുക്ക് വേണം ജീവിക്കണം. അങ്ങനെ വേർപാട് ബാധിച്ചുകൊണ്ട് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന, വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്നിടത്ത്. യോഹന്നാൻ 14:2 വാക്യമായിരുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു.
ഞാൻ നിങ്ങൾക്ക് സ്ഥലങ്ങളല്ല സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അനേക വാസസ്ഥലങ്ങൾ സ്വർഗത്തിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലമല്ല നമുക്ക്. മണവാട്ടിക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കുന്നു. പണ്ടൊക്കെ കല്യാണം കഴിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്, ഓഡിറ്റോറിയത്തിലല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അവർ കയറുന്നൊത്ത് നല്ലൊരു പനി പോലെയുള്ളൊക്കെ ആർച്ചൊക്കെ കിട്ടും. അതിനകത്ത് ചെല്ലുമ്പോൾ അതൊരു നാലിന് തട്ടും മേശയും കസേരകൾ കാണും. മണവാട്ടി അവിടെ ഇട്ട് ജനങ്ങളെല്ലാം അവിടെ കയറി ഇരിച്ചു. അവിടെ കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് പനനീർ തളിച്ച് അവിടെ അകത്തോട്ട് കയറി അവിടെ എന്ത് ചെയ്യാണ് കൊണ്ടുവന്നിട്ട് പ്രൈസ് കൊടുക്കാനുള്ള സമയമാണെന്ന് പറയും. എന്ത് ചെയ്യും? പ്രൈസ് കൊണ്ട് കൊടുക്കുമ്പോൾ നാദങ്ങൾക്ക് കൈ കൊടുക്കും. അത് വലിയ കാണേണ്ടതായ നല്ലൊരു ചടങ്ങാണ്, നല്ലൊരിതാണ്. നിഴലായി നടക്കുന്നെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും മണവാളിനെ മണവാട്ടി മണിയറയിലേക്ക് അല്ലെങ്കിൽ അവർ പ്രവേശിക്കാൻ പോവുകയാണെന്ന് പറയും. മണവാട്ടിയുടെ കൈക്ക് പിടിച്ച് മണിയറയിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. അതൊരു നിഴലായി നടക്കുന്ന ഒരു ചടങ്ങാണ്. അതിലേറ്റവും പൊരുളായി ഒന്നുണ്ട്. മണവാളന്റെ മണവാട്ടിയല്ലാതെ ഒരൊറ്റ വ്യക്തി അകത്തേക്കില്ല. കാരണം ഈ മോന്റെ അല്ലെങ്കിൽ സഹോദരിയോ സഹോദരനോ സ്വന്തക്കാരോ ചാർച്ചക്കാരോ അപ്പനോ അമ്മയോ ആരിരുന്നാലും മണവാട്ടിക്ക് മാത്രമേ ഭാര്യയ്ക്ക് മാത്രമേ കൈ കൊടുത്ത് അവര് അകത്തേക്ക് പ്രവേശിച്ചു. ഇതാണ് ക്രിസ്തുവിന്റെ കാന്ത. നമുക്ക് വേണ്ടി മണിയറ ഒരുക്കുന്നതാണ് പുതിയ യെരൂശലേം. പുതിയ യെരൂശലേം തന്റെ മണവാട്ടിക്ക് ഒരുക്കുന്ന മണിയറയാണ്. ആ പുതിയ യെരൂശലേമിൽ ചെന്ന് ചേരുവാനായിട്ട് നമ്മുടെ ജീവിതത്തെയും നമ്മൾ ക്രമീകരിക്കണം. അത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേം വിശുദ്ധ നഗരം 10ാമനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നതായിട്ട് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ കണ്ടു. ദൈവമക്കളെ, മണവാട്ടിക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കുന്നുണ്ട്. ആ മണിയറയാണ് പുതിയ യെരൂശലേം. അത് അവകാശമാക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ എല്ലാവരും നിത്യരാജ്യത്ത് കാണാനായിട്ട് ഒരുങ്ങി കാത്തിരിക്കും. തൻ്റെ കാന്തയും തന്നെ താനിരിക്കുന്നു. ശുദ്ധവും സുഖമായ വിശേഷവസ്ത്രം ധരിച്ചുകൊണ്ട് ആ മണവാളനോടുകൂടെ നിത്യം 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 യുഗായുഗം അവരോട് വാഴുവാൻ്റെ കൊണം എന്നെയും നിങ്ങളെയും ദൈവം ഒരുക്കട്ടെ. ഈ വചനങ്ങൾ ആർക്കും കണിയായി മാറരുത്. ഈ വചനങ്ങൾ ആർക്കും ന്യായവിധിയായിട്ട് മാറരുത്. നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ആ നികട്ടവായ യേശുവേ വേഗം വരണമേ. ദൈവം സഹായിക്കട്ടെ. ദൈവമക്കൾ ചേർന്ന് ഒരു അല്ലേലൂയ പറയാമോ? ഇനി മണവാളും മണവാട്ടിയും അന്വേഷിച്ചതായ ചില വചനങ്ങൾ ചുരുക്കവാചകത്തിൽ ഞാൻ നൽകാം. പത്രോസ് ലേഖനം 3:1 വാക്യം. ഒന്ന്, ഭാര്യമാരോട് പറയുന്നു ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അതാണ് പ്രമാണം. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. കീഴ്പ്പെട്ടിരിക്കുന്ന അനുഭവമാണ്. ഇപ്പോൾ കെസിക്ക് ഇപ്പോൾ എന്തുണ്ട്, കഥയുണ്ട്. അല്പം കഴിയുമ്പോൾ ആദായം മാറാൻ പോവാ ഹിവി. അപ്പോൾ ഇപ്പോൾ കെസിക്ക് കഥയുണ്ട്. ഇപ്പോൾ എന്ത് വേണമെങ്കിൽ തീരുമാനമെടുക്കാം. ഈ വിവാഹം വേണമെന്ന് നോക്കാം, വേണമെന്ന് നോക്കാം. ഇപ്പോൾ തീരുമാനം. കുറച്ച് കഴിയുമ്പോൾ പരസ്പരം കൈകൾ കൊടുത്ത് ഉടമ്പടി ചെയ്ത് ഭാര്യ ഭർത്താവായി കഴിഞ്ഞിട്ട് ഒരു തീരുമാനത്തിലും പുറകോട്ട് മാറാൻ ഒക്കത്തില്ല. അതാണ് പ്രമാണം. കാരണം ഖെസിയയുടെ കല ആരാകാൻ പോവുകയാണ്? ജിബിൻ. ഇവിടെ വാദിയായിട്ട് എന്താണ്? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവമെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് പുരുഷന്റെയും തല
ക്രിസ്തുവാണ്. ജീവന് ഏത് തീരുമാനം എടുക്കുമ്പോഴും എന്താണ് യേശുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചു വേണം ചെയ്യാൻ. അതുപോലെ കെസിയ ഏത് തീരുമാനം എടുക്കുമ്പോഴും ജീവനോട് ചോദിച്ച് എന്ത് ചെയ്യണം എന്ന് ചോദിക്കണം. അതാണ് പ്രമാണം. ആ നിയമത്തിൽ എന്ത് ചെയ്യണം? കടന്നു വരണം. കെസിയെ പറ്റി എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുണ്ടായി, നല്ല അഭിഷേകമുള്ള കുഞ്ഞാണ്, ആത്മാവിൽ ശരിക്കും നിറഞ്ഞ് ജീവിക്കുന്നൊരു കൊച്ചാണ്, നല്ല മാതൃകയുള്ളൊരു കുഞ്ഞാണ്, നല്ല സ്വഭാവമുള്ളൊരു കുഞ്ഞാണെന്ന് ഒരാൾ എന്നോട് കെസിയെ പറ്റി പറഞ്ഞു. എനിക്കത് കേട്ട സന്തോഷമായി. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചൊരു കൊച്ചാണത്. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ആരാടിക്കുന്ന ഒരു കുഞ്ഞാണല്ലോ എന്നോർക്കുമ്പോൾ ഈ സന്തോഷം. രണ്ടുപേരും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉടകാലം മടക്കിയിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ സംസാരിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കും, അവരുടെ യാതൊരു ദൈവം കേൾക്കും. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അവരിൽ വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പീട്ടുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗന്ദര്യം സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസ്ഥിതിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പരസ്പരം കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ, ഭാര്യ ഭർത്താവിന് ബഹുമാനം കൊടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കും. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും. അതായിരിക്കണം അനുഭവം, വിശ്വസ്തത. കുറച്ച് നാൾ മുമ്പായിട്ട് ഒരു വിശ്വാസി കുഞ്ഞുങ്ങൾ തമ്മിൽ വിവാഹമാണ്. ആ പയ്യനേക്കാൾ കുറച്ച് കൂടുതൽ ശമ്പളം ആ പെൺകുട്ടിക്കുണ്ട്. പക്ഷേ ശമ്പളം വാങ്ങി നേരെ ഭർത്താവിൻ്റെ കൈ കൊടുത്തിട്ട് പറയും, വെച്ചാൽ എനിക്ക് ഇന്നതുപോലെ ആവശ്യമുണ്ട്, ഇന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടി നല്ല എമൗണ്ടാണ് കൊണ്ട് കൊടുക്കുന്നത്. എനിക്ക് വീട്ടിലെ പപ്പായും മമ്മിയുണ്ട്, അവർക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കും. നിൻ്റെ ആവശ്യത്തിന് നീ എടുത്തിട്ട് എനിക്ക് തന്നാൽ മതി, അതിന് ഒരു മാറ്റമില്ല. നമുക്ക് ആ കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം. പരസ്പരം വിശ്വാസം, പരസ്പരം സ്നേഹം, പരസ്പരം കരുതുന്നൊരനുഭവം, വിശ്വസ്തതയുടെ അനുഭവം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. ഒരു പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ശുശ്രൂഷിച്ചിരിക്കുന്ന അനുഭവം. ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളോ ഈ ലോകത്തിൻ്റെ ജീവിതങ്ങളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്താണ്? പ്രത്യാശയാൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് വചനം വ്യക്തമായി പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം തലമുടിയുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതിന് പുറമേയുള്ള അല്ല, അവളും സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെ തലമുടി പൊന്ന് മുത്ത് വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തി സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അതാണ് പ്രമാണം. ഈ അക്ഷരീയമായിട്ടുണ്ടായ ഏതെങ്കിലും അലങ്കാരങ്ങളല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മോടിയുള്ള വസ്ത്രം ധരിക്കുന്നവർ എവിടാണെന്ന് പറയുന്നത്? നിങ്ങളെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചു വന്നാൽ അവിടെ പറയും, സുഖേന ഇരുന്നാൽ. ഒരു പാവപ്പെട്ട സാധാരണ മനുഷ്യൻ വന്ന് ഇതെന്ത് മാറിയതാ എന്ന് പറയും. ഞാൻ പറഞ്ഞല്ല, കർത്താവിന് പറഞ്ഞ നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ടൊരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചതിനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ
എന്താണ്? നമുക്ക് മോടിയുള്ള വസ്ത്രം വേണ്ട, ഒന്നുമില്ല. ലളിത വസ്ത്രം. നമ്മുടെ കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൽപ്പെട്ടതായ ഡോക്ടർ കല്യാണി ഉണ്ടായിരുന്നു. ഡോക്ടർ കല്യാണി ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന ജോലിയായിരുന്നു. അവർ യേശുവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്ഥാനമെടുത്ത് അഭിഷേകം പ്രാപിച്ചു. എല്ലാം ജോലി വിട്ട് ഞങ്ങളെപ്പോലെ ശുശ്രൂഷിച്ചായിട്ട് ഇറങ്ങിത്തിരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് കൊടുങ്ങല്ലൂർ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അവിടെ വസ്ത്രം എപ്പോഴും ജോലിക്ക് പോയാലും എവിടെ ഇരുന്നാലും വൈറ്റ് വെള്ള സാരിയും വെള്ള ബ്ലൗസുമാണ്, വേറെ ഒന്നും എടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. എത്ര അതുകൊണ്ട് അവിടെ സ്ഥാനം പോയോ, അവിടെ മാനം പോയോ, ഒന്നുമില്ല. അതാണ് ദൈവക്കടെ യോഗ്യമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പുറമേയുള്ള അലങ്കാര വസ്ത്രങ്ങളോ അലങ്കാരങ്ങളൊന്നും നമുക്ക് വേണ്ട. ലളിത വസ്ത്രം, ലളിത ജീവിതം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അധികം നീക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാക്ക് ചുരുക്കട്ടെ. അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഈ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. കൊലോസ്യ ലേഖനം 3:19 ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും, അവരുടെ കൈപ്പായിരിക്കും. സ്നേഹത്തിൽ മുന്നേറുക, സ്നേഹത്തിൽ ഒന്നായിരിക്കണം. കൈപ്പിന്റെ അനുഭവമില്ല, സന്തോഷകരമാണ്, ഐക്യമായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ആരുടെ വിരോധമോ വൈരാഗ്യമോ വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിച്ചത്. സ്നേഹത്തിൽ മുന്നോട്ട് പോകണം, ഐക്യതയിൽ മുന്നോട്ട് പോകണം. മാത്രമല്ല അതിന് വ്യക്തമായി പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾ മുൻപോട്ട് പോകണം. യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കണം. സഭാപുസ്തകത്തിൽ വായിക്കുന്ന പോലെ മുപ്പരിച്ചരുടെ ദേഹത്തിൽ അറ്റുപോകത്തില്ല, മുപ്പരിച്ചരുടെ ദേഹത്തിൽ അറ്റുപോകത്തില്ല. നമ്മൾ ആ മൂന്നാമനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ മധ്യം ഉണ്ടായിരിക്കണം. പോക്കിലും വരയിലും പ്രവർത്തനത്തിലും എല്ലാ കാര്യങ്ങളിലും യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുന്നെങ്കിൽ ആ ജീവിതം മനോഹരമാണ്, അനുഗ്രഹമാണ്, നന്മയാണ്. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കർത്താവിനെ ആശ്രയിച്ച് ജീവിക്കാം. കർത്താവിനായി ഒരുങ്ങി നമുക്ക് കാത്തിരിക്കാം. ആ കർത്താവായ യേശുവേ വേഗം വേണമെന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുത്, ബൈബിൾ മുടക്കരുത്, ആരാധന മുടക്കരുത്, കൂട്ടായ്മ മുടക്കരുത്, നിങ്ങളുടെ കുടുംബപ്രാർത്ഥന മുടക്കരുത്. സ്വന്തം പ്രാർത്ഥന കറക്റ്റായിട്ട് സമയം. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ജീവിതം ഏറ്റവും മനോഹരമാണ്. അങ്ങനെ ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിത്യരാജ്യത്ത് കാണപ്പെടാനായിട്ട് നമ്മെയും ഒരുക്കട്ടെ.